വെൽക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ കസ്റ്റം ക്രിയേറ്റർ. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഈ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മിനി ബാർ. അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തതാണ്. ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മൾ സ്ക്രാപ്പ് ഷോപ്പിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത കുറെ സ്ക്രാപ്പ് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ഒരു മിനി ബാർ ആണിത്. അപ്പോ ഇതിന്റെ ഏകദേശം നമ്മൾ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ സെറ്റപ്പിന് മാച്ച് ആവാത്തൊരു സംഭവമായിരുന്നു ഇതിന്റെ ഫ്ലോറിംഗ് എന്നുള്ളത്. അത് നമ്മുടെ സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന വെട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് ഇവിടെ ഫ്ലോറിംഗിൽ കിടന്നുവെച്ചത്. അപ്പൊ നമ്മൾ രണ്ടാമത് ടൈൽ ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മൾ നോക്കി നടക്കുകയായിരുന്നു എന്ത് ലോ ബഡ്ജറ്റിൽ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ക്രാപ്പിൽ കുറച്ച് വുഡൻ ഫ്ലോറിംഗ് കിട്ടി. അതായത് ഒരു 6 ഇഞ്ച് വീതിയിൽ നല്ല നീളത്തിൽ വരുന്ന വുഡൻ ഫ്ലോറിങ്സ്. നിങ്ങൾ പല ഷോറൂംസിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും, അങ്ങനത്തെ വുഡൻ ഫ്ലോറിങ്സ്. ഇത് ഏകദേശം നമ്മൾ പുതിയത് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ 100 റുപ്പീസ് തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 200 റുപ്പീസ് വരെയും റേഞ്ചിൽ നമുക്കിത് അവൈലബിൾ ആണ് പുതിയത് മേടിക്കാൻ. പക്ഷെ നമ്മൾ അതിന് നിന്നില്ല, നമ്മൾ സ്ക്രാപ്പ് ആയിട്ട് തന്നെയാണ് എല്ലാം നമ്മൾ ആ ഒരു ലോ ബഡ്ജറ്റിൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതും ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് ലേബേഴ്സ് വന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ മെറ്റീരിയൽ കോസ്റ്റിന്റെ കൂടെ സ്ക്വയർ ഫീറ്റിന് 20 റുപ്പീസും 30 റുപ്പീസ് വരെയൊക്കെ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് നിൽക്കുമ്പോൾ ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും ഇത് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇതുവരെ സ്ക്രാപ്പിൽ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കളക്ട് ചെയ്യാം. ഇത് ഓൾറെഡി ഒരു 5 ഇയേഴ്സ്, 5 അല്ല ഓൾമോസ്റ്റ് ഒരു 6 ഇയേഴ്സ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന വുഡൻ ഫ്ലോറിങ് ഉപയോഗിച്ചതാണ്. 6 വർഷത്തിന് ശേഷം നമ്മൾ അവിടെ നിന്ന് അത് റിമൂവ് ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോൾ രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു അതായത് നമ്മുടെ ഈ മിനി ബാറിന്റെ ഇപ്പോഴത്തെ ഒരു ആംബിയൻസിൽ നിന്ന് ഒരു വുഡൻ ഫ്ലോറിംഗിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 생각했는데 추억이 잠시 널 떠올린 거야. Say I believe fine. Hey, hey, yeah. I can't control. Hey, hey, yeah. I miss you, baby. Yeah, yeah. 너무 어려워. 항상 이별은 쉽지 않아. അപ്പൊ നമ്മുടെ വുഡൻ ഫ്ലോറിംഗിന്റെ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ബോർഡേഴ്സും കൂടി പിടിപ്പിക്കാനുണ്ട്. അത് നമുക്ക് നമ്മുടെ ഫ്ലോറിങ് അടിയിൽ ടൈലായതുകൊണ്ട് അതൊന്ന് ഡ്രിൽ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന്റെ ബോർഡേഴ്സ് പിടിപ്പിക്കാൻ. ബാക്കിയുള്ള വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു പുതിയതാണ്. അതായത് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ മേടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പേര് അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിലും മതി ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു 200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റും.
ഇത് നമ്മൾ ഒരു 6 ഇയേഴ്സ് ഉപയോഗിച്ച ഫ്ലോറിംഗ് ആയതുകൊണ്ട് അതിന്റെ ജോയിന്റ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് പോയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കരുത്, എല്ലാം പോസിബിൾ ആണ്. സോ മാക്സിമം പഴയ സാധനങ്ങളൊക്കെ യൂസ്ഡ് ഐറ്റംസ് ഒക്കെ റീസൈക്കിൾ ചെയ്യാൻ നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളും ഓഫീസ് സ്റ്റുഡിയോസ് എല്ലാം വളരെ മനോഹരമാക്കാൻ പറ്റും. സോ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിന്റെ ബോർഡേഴ്സ് പിടിപ്പിക്കുന്നുണ്ട്, അതിനാൽ നാളെ ആയിരിക്കും ചെയ്യാൻ. ഇതിപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി. അപ്പോൾ നാളെ ബോർഡേഴ്സ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതുകൂടി പിടിപ്പിച്ചതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് പൊടിയാണ് ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഓവറോൾ ഒരു വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.